ഹലോ നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ചില കാഴ്ചകളിലേക്ക്. ഇന്നത്തെ കാഴ്ച വലിയ കാഴ്ചകളൊന്നുമല്ല, ഒരു ചിക്കൻ കറിയാണ്. പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, അതിലേക്ക് വേണ്ട സാധനങ്ങൾ: ഉള്ളി നല്ല അരിഞ്ഞത്, അതേപോലെ പച്ചമുളക്, അതിൻ്റെ കൂടെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി നന്നായി ചതച്ചരച്ചത്, കൂടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ജീരകം, ഉലുവ, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു. ഇത്രയും സംഭവങ്ങൾ നമ്മൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു ഏകദേശം അളവിനനുസരിച്ച് എടുത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാണ്. ചിക്കൻ നന്നായി കഴുകി കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അങ്ങനെ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അടുത്തായിട്ട് ജീരകം, അതിൻ്റെ കൂടെ ഉലുവ, പിന്നെ ഓൾ സ്പൈസസ്, അതായത് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത് മൂന്നും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. റെഡി ആയെന്ന് തോന്നിയാൽ ഉടനെ അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടായി ഒന്ന് മൂത്ത് കഴിഞ്ഞ് എന്ന് തോന്നി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഉള്ളി ഇടാം. നന്നായിട്ട് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ ഉള്ളിയാണ് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ടതിന് ശേഷം ഒന്ന് കൈകൊണ്ട് തവി ഉപയോഗിച്ച് വഴറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം അത് അവിടെ കിടന്നാൽ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുള്ളൂ. അതുവരേക്കും അതിനെ കുറച്ച് സമയം അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് മുന്നേ തന്നെ അതിലേക്ക് ഉപ്പിടണം. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഉപ്പിട്ടതിന് ശേഷം ഒന്നും കൂടെ വഴറ്റിയതിന് ശേഷം വീണ്ടും അടച്ചു വെക്കാം. അങ്ങനെ ഏകദേശം കഴിയുമ്പോൾ ഉള്ളി പെട്ടെന്ന് നന്നായിട്ട് വാടും. ഇനി അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ കുഴിയാക്കിയിട്ട് ആ എണ്ണയിലേക്ക് ഈ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഈ എണ്ണയിലേക്ക് മസാലപ്പൊടികളിട്ട് ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ശരിക്കും മസാല അതിൻ്റെ പച്ച ചുവയൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടുകയും അതിൻ്റെ കൂടെ നമ്മളിടുന്ന ചിക്കനിൽ അതിൻ്റെ രുചിയൊക്കെ പിടിക്കുകയും ചെയ്യും. അപ്പം ആദ്യം അങ്ങനെ ഇട്ടിട്ട് പിന്നെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം കൂടെ ഇട്ട് ഇളക്കുക. അങ്ങനെ ഉള്ളിയും മസാലകളും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റായതിനു ശേഷം അതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ടെടുക്കുക. തക്കാളി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ചൊടച്ച് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നല്ല ക്ലാരിറ്റിയുള്ള ഫോണിൽ ചാർജ് തീർന്നു. അപ്പം പിന്നെ വേറൊരു ഫോൺ ഉപയോഗിച്ചാണ് ബാക്കിയുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും. തക്കാളി നന്നായി ഇളക്കി കൊടുക്കുക. ഉടയുന്നത് വരേക്കും ഇളക്കണം. അതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് തവി ഉപയോഗിച്ച് ഉടച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ സംഭവം പാകമായി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ നന്നായിട്ട് പാകമായി കഴിഞ്ഞാൽ അടുത്ത് അതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ചിക്കൻ പീസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് വെള്ളം പിടിപ്പിക്കുക. നന്നായി ഇളക്കി പിടിപ്പിച്ചതിന് ശേഷം
അപ്പോൾ തന്നെ വെള്ളം ഒഴിക്കാറാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ അങ്ങനെ വെള്ളം ഒഴിക്കാതെ ഇതേ മസാലയിൽ ഇങ്ങനെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, അടച്ച് വെച്ച് ചെറിയ തീയിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ടോപ്പ് തുറന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ ചിക്കൻ ഏകദേശം പാകമായി വന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അടുത്തായിട്ട് നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്രമാത്രം നമുക്ക് അതിൻ്റെ കറി വേണോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം നമ്മുടെ മസാലയും ചിക്കനൊക്കെ വെച്ചിട്ട് ഏകദേശം കണക്കിനാണ് വെള്ളം ഒഴിക്കേണ്ടത്. കൂടുതലാവാൻ പാടില്ല. കുറഞ്ഞു പോയാൽ അത്രയും നല്ലതാണ്. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി നന്നായി വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് വെന്ത് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമ്മുടെ കറിവേപ്പിലയും അതേപോലെ ചപ്പും നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അത് അടച്ച് വെക്കുക. ചെറിയ ഫ്ലെയിമിൽ ഒരു കുറച്ച് സമയം കൂടെ നമുക്കൊരു ഒന്നും കൂടെ പാകമാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ അങ്ങനെ വേവിച്ചതിന് ശേഷം പിന്നെ തുറക്കാതെ തന്നെ അതിൻ്റെ തീ ഓഫാക്കുക. അങ്ങനെ ഓഫാക്കിയതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും അങ്ങനെ ഇരുന്നതിന് ശേഷം മാത്രമേ കഴിക്കാവൂ. എങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടും. അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി തന്നെ ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയപ്പോൾ. ഇതേ രൂപത്തിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ബൈ.